അബിൻ കേൾക്കാമല്ലോ? അബിൻ കേൾക്കാമല്ലോ? അപ്പോൾ എന്താണ് ഈ പറയുന്ന മറ്റത്തൂരിൽ നടക്കുന്നത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ മറ്റത്തൂരിൽ ഔസേപ്പ് പറയുന്ന ചില കാര്യങ്ങൾ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വന്ന് കണ്ടത്, ആ 8 പേർ വന്ന് കണ്ടത്, അതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു. BJPയുടെ പിന്തുണയുണ്ട്, അവർ നമ്മളെ പിന്തുണയ്ക്കും, അങ്ങാണ് പ്രസിഡന്റ് എന്ന വാഗ്ദാനവുമായിട്ടാണ് ആ കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത്. ശബ്ദരേഖയൊന്നുമില്ലെങ്കിലും ആ ദൃശ്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം അത് തന്നെയാണല്ലോ, അങ്ങനെ ഒരു സഖ്യം രൂപപ്പെട്ടു എന്നുള്ളതാണല്ലോ. അപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി മറ്റത്തൂർ വേറൊരു സംവിധാനമായി തന്നെ നിൽക്കുകയാണോ? നിങ്ങൾ പറയുന്നത് കേൾക്കാത്തൊരു സംവിധാനത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇനി അതിലൊരു നിലപാടെടുക്കാൻ പോകുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഈ മറ്റത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രാദേശികമായ വിഷയമാണ്. പ്രാദേശികമായ തർക്കങ്ങളും അവിടെ ഉണ്ടായ ചില വിഷയങ്ങളും കാരണമാണ് മറ്റത്തൂരിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഇപ്പോൾ ശ്രീ ഔസേപ്പ്, പ്രിയപ്പെട്ട ഔസേപ്പ് ഏട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം അടക്കമുള്ളവർ വിമതരായി മത്സരിക്കാനുണ്ടായ സാഹചര്യം തന്നെ അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ വേളയിലുണ്ടായ ചില തർക്കങ്ങൾ കാരണമാണ്. അന്നങ്ങനെ 3 വാർഡുകളിൽ വിമത സ്ഥാനാർത്ഥികൾ വന്നു. അതിനകത്തെ 2 വാർഡുകളിലെ വിമത സ്ഥാനാർത്ഥികൾ ജയിച്ചു. അതിനകത്തെ ഒരു വിമത സ്ഥാനാർത്ഥിയാണ് ശ്രീ ഔസേപ്പ്. അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം മുൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് UDFന്റെ വിജയത്തിന് അല്ലെങ്കിൽ UDFന്റെ പ്രചരണത്തിനൊക്കെ നേതൃത്വം കൊടുത്തതും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ശ്രീ KR ഔസേപ്പിനെ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴും ഈ 8 അംഗങ്ങളാണ് UDFനുള്ളത്. 2 വിമത അംഗങ്ങൾ കൂടി ചേരുമ്പോൾ 10 അംഗങ്ങളാവും. LDFന് 10 അംഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ 50%, 50-50 ചാൻസ് മാത്രമാണ്. ഈ 50-50 ചാൻസ് മുതലാക്കിക്കൊണ്ടാണ് LDF ശ്രീ KR ഔസേപ്പിനെ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചതും അങ്ങനെ വലയിൽ വീണതും. അപ്പോൾ അദ്ദേഹം പറയുന്നത് 23-ാം തീയതി തന്നെ അദ്ദേഹം നിലപാടെടുത്തിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേരണ്ട എന്ന നിലപാടെടുത്തിരുന്നു എന്നാണ് ശ്രീ KR ഔസേപ്പ് പറയുന്നത്. പക്ഷേ അദ്ദേഹം 26-ാം തീയതി വെള്ളിക്കുളങ്ങരയിലെ അദ്ദേഹത്തിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ, കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി യോഗത്തിൽ തന്നെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ നിലപാടെടുത്ത ഒരു വ്യക്തി അങ്ങനെ പങ്കെടുക്കും. മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം നമുക്ക് ഇപ്പോൾ തെളിവായി വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അദ്ദേഹം ആ 50-50 ചാൻസ് 10-10 ആയാൽ ടോസ് ഇട്ട് വേണം പ്രസിഡന്റ് ആവാൻ. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കി അദ്ദേഹം കൂടി LDFന്റെ കൂടെ ചേർന്നാൽ 11 അംഗങ്ങളാവും, ഒരു ഭൂരിപക്ഷമാവും. ആ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം പോയതാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ റിട്ടാലിയേഷനാണ് കോൺഗ്രസ് അല്ലെങ്കിൽ അവിടുത്തെ UDFന്റെ അംഗങ്ങൾ മറ്റൊരാളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കുന്നു. ആ ആക്കുന്ന സ്ഥാനാർത്ഥിയെ 9 അംഗങ്ങളുടെ അംഗബലമുള്ള ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 4 അംഗങ്ങളുള്ള BJP ഇങ്ങോട്ട് വന്ന് പിന്തുണ കൊടുക്കുന്നു. അതാണ് സാഹചര്യം ഉണ്ടായത്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് ആ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. SDPIയുമായും BJPയുമായും ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യമെന്നുള്ളതല്ല, അവരുടെ പിന്തുണ മേടിച്ച് ഏത് സ്ഥാനത്ത് വന്നാലും ആ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് മറ്റത്തൂരിലെ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും അവരോട് രാജിവെക്കാൻ പറയും. പക്ഷെ അവർ രാജിവെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു കാര്യമുണ്ട്. അവർ ചില സംഘടനാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ സംഘടനാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. BJPയിലേക്ക് പോകുമെന്നുള്ള ആ പ്രചരണം തന്നെ അത് നുണയാണ്, അങ്ങനെ ഒരു കിംവദന്തിയാണ്, അങ്ങനെ യാതൊരു വിധത്തിലുള്ള ആലോചന പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ ചില സംഘടനാപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ KPCCയും DCCയും പരിശോധിക്കുകയാണ്. അവിടെ പ്രാദേശികമായി ഉണ്ടായ ചില തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി തന്നെ ആ വിഷയം പരിഹരിക്കപ്പെടും. കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടിലേക്ക് അവർ തിരിച്ചെത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നോക്കൂ, ഇത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രം നടന്ന കാര്യമല്ല. ഇവിടെ മറ്റത്തൂരിലെ ചില വാർഡുകളിലെ കണക്ക് നോക്കണം. ഈ BJP സ്ഥാനാർത്ഥിയുള്ള ഇടത്ത് ഒരു വാർഡിൽ, അവിടെ BJP സ്ഥാനാർത്ഥിയുള്ള വാർഡാണ്, അവിടെ BJPക്ക് 768 വോട്ടാണ് കിട്ടുന്നത്. CPMന് 684 വോട്ട്. അവിടെ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് 44 വോട്ടാണ്. ഒന്ന് ആലോചിക്കണം. മറ്റൊരു വാർഡിലും ഇതുപോലെ ഉണ്ട്. അതുൽ കൃഷ്ണ ജയിച്ച വാർഡിൽ അതുൽ കൃഷ്ണയ്ക്ക് 668 വോട്ടാണ് കിട്ടുന്നത്. അവിടെ CPMന്റെ സുധീഷിന് 541 വോട്ട്. അവിടെ കോൺഗ്രസിന്റെ മാർട്ടിന് കിട്ടിയിരിക്കുന്നത് 58 വോട്ടാണ്. അപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ടൊക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് വളരെ വ്യക്തമല്ലേ? രണ്ടിടത്തെ മറ്റത്തുള്ള 2 വാർഡുകളിലെ കണക്കാണ് ഞാനിപ്പോൾ അങ്ങയോട് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റത്തൂരിലെ മറ്റു വാർഡുകളിലെ കണക്കും സ്മൃതി അവിടെ പരിശോധിക്കണം. കാരണം മറ്റത്തൂരിൽ BJP ജയിച്ച 4 വാർഡുകളിൽ 2 വാർഡുകളിലും 2ാം സ്ഥാനത്ത് വന്നത് കോൺഗ്രസ് ആണ്.
അങ്ങനെ ഒരു ധാരണ മറ്റത്തൂരിലുണ്ടെങ്കിൽ BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള വാർഡിൽ കോൺഗ്രസ്സുകാർ 2ാം സ്ഥാനത്ത് വരുമോ? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസും BJPയും കൂടെ 1-2 സ്ഥാനങ്ങൾ വീതം വെച്ച് 3ാം സ്ഥാനത്ത് CPM ഒതുക്കിയെന്ന് നിങ്ങൾ പറയുമോ? അത് മാത്രമല്ല, മറ്റത്തൂരിലെ 24 വാർഡുകളുടെ നില പരിശോധിച്ചാൽ മതി. അതിനകത്ത് BJPക്ക് അവിടെ വ്യക്തമായ ഒരു ആധിപത്യമുള്ള പ്രദേശം കൂടിയാണ്. CPM BJPക്കും ആധിപത്യമുള്ള പ്രദേശമാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 58 വോട്ടേ ഉള്ളൂ, കോൺഗ്രസിന് ഒരിടത്ത് 44 വോട്ട്. സ്മൃതി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മറ്റത്തൂർ എന്ന് പറയുന്ന പ്രദേശം ചരിത്രത്തിൽ ആകെ 2 കൊല്ലമാണ് കോൺഗ്രസ് ഭരിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല, 2 കൊല്ലമാണ് LDF ഇതര ഭരണം വന്നിട്ടുള്ളൂ. അത് 2000 മുതൽ 2002 വരെയാണ്. 2003 അന്ന് കുറച്ച് കോൺഗ്രസ് അംഗങ്ങളെ പിടിച്ചുകൊണ്ട് LDF അന്ന് ഭരണം അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. CPMന്റെ വലിയ കോട്ട കൊത്തളമായ ഒരു പ്രദേശമായിരുന്നു. അവിടെ BJPക്ക് കഴിഞ്ഞ തവണ ഈ തവണത്തെക്കാൾ കൂടുതൽ മെമ്പർമാരുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഭൂരിപക്ഷം നേടിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് മറ്റത്തൂർ. അങ്ങനെ ഒരു പ്രദേശത്ത് ചില വാർഡുകളിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്, ചില വാർഡുകളിൽ കോൺഗ്രസ് ദുർബലമാണ് എന്ന് മറ്റു ചില വാർഡുകളിൽ കോൺഗ്രസ് ശക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പരിശോധിച്ചോളൂ. 4 പേരാണ് BJPയുടെ അംഗങ്ങളുള്ളത്. ആ 4 വാർഡുകളിൽ 2 കോൺഗ്രസ് ആണ് 2ാം സ്ഥാനത്ത്, CPM 3ാം സ്ഥാനത്താണ്. അപ്പൊ CPM വോട്ട് BJPക്ക് കൊടുത്തിട്ടാണോ അവർ BJP അവിടെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അപ്പൊ നിങ്ങൾ ആ കക്ഷിനില പൂർണ്ണമായി പരിശോധിക്കണം. ഞാൻ 24 വാർഡിലെയും വോട്ട് നില പരിശോധിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ മറ്റത്തൂരിലെ ഒരു പ്രാദേശികമായ വിഷയം എടുത്തു കാണിച്ചുകൊണ്ട് കേരളത്തിൽ ഈ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുന്ന CPMഉം മുഖ്യമന്ത്രിയും CPM നേതാക്കന്മാരും അത് കേരളത്തിന്റെ പരിച്ഛേദമാണെന്നൊക്കെ പറയാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനം മണ്ടന്മാരല്ല എന്നും ഈ കേരളത്തിലെ ജനം തന്ന ഈ സമ്മാനം ഇതേവരെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.